പാറക്കെട്ടും ഗർത്തങ്ങളും എന്തുപോയതല്ലേ അല്ലെ സ്വന്തം ഇഷ്ടങ്ങളും അല്ല വ്യക്തമായി പറയാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് വർഷങ്ങളങ്ങ് കഴിഞ്ഞുപോയി. ഇത് മനുഷ്യൻ നടക്കുന്നിടത്ത് തന്നെ ഇട്ടിരിക്കുക. ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് പതിവ് പോലെ പുതിയൊരു യാത്രയിലാണ്. ഇന്ന് ഞാൻ പോകുന്നത് ചതുരംഗപ്പാറ പോകണം, ബോഡിമേട്ട് പോകണം. ബോഡിമേട്ട് പൂപ്പാറ എന്ന് വലത്തോട്ട് പോകുന്ന വഴിയാണ് ബോഡിമേട്ട്. ഗ്യാപ്പ് റോഡ് വഴി പോകുമ്പോൾ ആ റൂട്ട് കണ്ടിട്ടുണ്ട്, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ രണ്ട് സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. വെളുപ്പിന് 5 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഒരു 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഏലപ്പാറ എത്തി. പിന്നെ കുറച്ച് ഉൾഭാഗങ്ങളിലൊക്കെ കണ്ടക്കണ വഴി കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ അടിപൊളിയാണ്. എനിക്ക് ഒരു തരത്തിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല. അതുപോലെയാണ് ലൈറ്റിങ്, രാവിലത്തെ വെട്ടവും ബ്ലൂ സ്കൈ, അന്തരീക്ഷം, നല്ല കൂൾ ക്ലൈമറ്റാണ്, എല്ലാം ആണ്. വൈബ് എന്നൊക്കെ പറഞ്ഞാൽ അന്യ വൈബ്. നമ്മുടെ എല്ലാ മൂഡ് ഓഫും കാറ്റിൽ പറത്തി ഫുൾ ത്രോട്ടിൽ യാത്രയോട് യാത്ര. ഉടുമ്പൻചോലയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് വലത്തേക്കൊരു ജംഗ്ഷനിൽ നിന്ന് വലത്തേക്കൊരു വഴിയുണ്ട്. ആ വഴിയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം ഉള്ളെന്ന് തോന്നുന്നു. പക്ഷേ ആ ഭാഗം തമിഴ്നാടാണെന്ന് പറയുന്നത് എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. കാരണം ഞാനത് ഗൂഗിൾ സെർച്ചൊക്കെ നോക്കിയിട്ട് ഈ ഭാഗം തമിഴ്നാടാണെന്ന് പറയുന്നില്ല, കേരളത്തിലാണെന്ന് തന്നെ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ചെന്ന് നിൽക്കുന്ന ആ വ്യൂ പോയിൻ്റ് എന്ന ഭാഗം, ചതുരംഗപ്പാറ വ്യൂ പോയിൻ്റ് എന്നുള്ള ഭാഗം നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഇത് കാണുന്ന മുഴുവൻ തമിഴ്നാട് ഏരിയ. അത് തമിഴ്നാട്. താഴെ കാണുന്നത് മുഴുവൻ തമിഴ്നാടാണ്. നമ്മൾ നിൽക്കുന്ന ഭാഗം ഇടുക്കി ജില്ലയാണെന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം. പക്ഷേ ചിലർ പറയുന്നു അത് തമിഴ്നാട്ടിലാണ്. സത്യമാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തായാലും അങ്ങോട്ടേക്ക് പോകും. ഇപ്പം രണ്ട് സൈഡും മൊത്തം പച്ചപ്പ്, നല്ല കാര്യം. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊരു സ്റ്റേ ഒക്കെ കണ്ടു കേട്ടോ. റിസോർട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കൃത്യമായിട്ട്. 2 വഴി കാണുന്നുണ്ട്, വലത്തോട്ടും ഇടത്തോട്ടും. ആദ്യം ഇടത്തോട്ടൊന്ന് പോയി നോക്കട്ടെ. ദൂരെ കാറ്റാടി മരങ്ങളൊക്കെ വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്, കാണാം നമുക്ക്. ഇപ്പോൾ ചെറിയൊരു ജംഗ്ഷൻ കാണുന്നുണ്ട്, കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. ഇഷ്ടം പോലെ ജീപ്സ് ഉണ്ട് കേട്ടോ. സഫാരി ജീപ്പായിരിക്കും. അതെ. ഇവരാരോടും ചോദിച്ചു നോക്കണം ഇവിടെ അങ്ങോട്ടൊക്കെ പോകുന്നത്. അത് ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് നേരെ വിട്ടോളാൻ പറഞ്ഞു. കുറേ ദൂരം പോകാം, പിന്നെ വണ്ടി എവിടെയും വെച്ചിട്ട് നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ജീപ്പ് പിടിച്ച് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല ഈ സ്ഥലം. കുറച്ചുകൂടെ മുന്നോട്ടും കൂടി ചെന്നു, അപ്പോഴും വീണ്ടും അവിടെ ഇവിടെയൊക്കെ വഴിയും ജീപ്പുകളൊക്കെ കിടപ്പുണ്ട്. പിന്നെ അടുത്ത ആളോട് ചോദിച്ചു, പുള്ളി ഇടതുവശം വിട്ടോളാൻ പറഞ്ഞു. ഞാൻ നേരെ ഇനി അങ്ങോട്ട് പോട്ടെ. നൈസ് ഏരിയ കേട്ടോ. വെയിൽ നന്നായിട്ടുണ്ട്, പക്ഷേ നല്ല തണുപ്പുമുണ്ട്. 2 സൈഡിൽ നിന്ന് ഇപ്പോൾ ഈ കാട് മൂടായി കേട്ടോ. അടിപൊളി. ആഹാ, നല്ല മണ്ണിട്ട വഴിയാണ്. പ്രത്യേകിച്ച് കുറേ ആളുകളൊക്കെ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇല്ല, അധികം പൊക്കമില്ലാത്ത മരങ്ങളാണ് ഇവിടെ മുഴുവൻ. എന്തൊക്കെയോ കാണാം, എന്നൊന്നും കാണത്തൂല. അങ്ങനത്തെ ഒരു കാറ്റാടി മരങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം നല്ല രീതി ഉണ്ട് കേട്ടോ. ഇവിടെ ഇടത്തോട്ടൊരു വഴി, വലത്തോട്ടായിരിക്കണം നമുക്ക് പോകണം തോന്നുന്നു. ഞാനതിൽ ഇടത്തോട്ടൊന്ന് പോയി നോക്കട്ടെ. നമ്മുടെ എൻ്റെ പൊന്ന്, എന്നോ സ്ഥലം ഇത്. നിങ്ങൾ ഈ സ്ഥലം ഒന്ന് കണ്ടേ, ഈ കാഴ്ച ഒന്ന് കണ്ടേ. അവിടെ നോക്കി, എന്ത് രസമല്ലേ. ഇതൊക്കെ ഇവിടെ നേരിട്ട് വന്ന് കണ്ടാലേ മനസ്സിലാവും. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ കണ്ണത്താ ദൂരത്ത് കിടക്കുമല്ലോ. നോക്കി, നേരിട്ടൊന്ന് കാണണം, എന്നാലും എൻ്റെ ഒരു ഭീകരമായ സൗന്ദര്യം മനസ്സിലാകത്തുള്ളൂ. ഇങ്ങ് താഴെ തമിഴ്നാടാണ് കാണുന്നത്. അങ്ങ് താഴെ കാണുന്നത് തമിഴ്നാടാണ്. ഇത് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. ക്യാമറയിലോട്ട് ക്യാപ്ചർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇത് മനസ്സിലാവണമെങ്കിൽ വലിയ ടി വിയിൽ വല്ല ഇട്ട് കണക്ട് ചെയ്ത് കാണണം. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ വലുപ്പമല്ലേ, പ്രത്യേക മ്യൂസിക് പോലെ സൗണ്ട് കേട്ടോ. കുറേ ജീപ്പൊക്കെ അങ്ങോട്ട് മാറി പോകുന്നുണ്ട്. ഞാനിവിടുന്ന് ഇവിടെ നിൽക്കുന്ന സമയം കലാണെന്ന് വെച്ച് ഞാൻ മുന്നോട്ടൊന്ന് പോകാൻ. ഇതിന് ഈ കാണുന്നത് ആ കുറേ വിൻമില്ലിൻ്റെ ലീഫൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ആദ്യം കൂടെ എത്താൻ ഈ സംഭവം കാണുന്നു. എന്തോ സൈസാണെന്ന് അറിയത്, നോക്കട്ടല്ലോ ഒന്ന്. നോർമലി ഒരു വിൻബ്ലേഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ ലെങ്ത്ത് വരിക എന്ന് പറഞ്ഞാൽ 52 മീറ്ററോളം എന്താ, അതായത് 170 അടി. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ഏറ്റവും വലിയ വിൻബ്ലേഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 351 അടിയാണ്. 107 മീറ്റർ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ലെങ്ത്. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ട കേട്ടോ. ഇവനെയൊക്കെ എന്നാ ചെയ്യണമെന്ന് ഈ സൈറ്റ് വന്ന് നൈസായിട്ടിരുന്ന് വെള്ളം അടിച്ചിട്ട് ആ ഗ്ലാസ് 3 അവിടെ ഇട്ടിട്ട് പോയിരിക്കും. ഞാനതൊക്കെ ഒരു ചവിട്ടി, അതിന് പൊട്ടിയില്ല. സാമാന്യ മര്യാദ എന്നുള്ളൊരു സംഭവമല്ല. ഇത്രയും
ഇത്രയും കിടപ്പുള്ള സ്ഥലത്ത് ഇവിടെയൊന്നും മാറ്റിയിടണ കുഴപ്പമില്ല. ഇത് മനുഷ്യൻ നടക്കുന്നിടത്ത് തന്നെ ഇട്ടിരിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് മൊത്തം ജീപ്പാണ് ഇട്ടിരിക്കുന്നത്. മുന്നോട്ടേക്ക് കാറൊന്നും അങ്ങനെ പോകാൻ വഴിയില്ല, അത്ര രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. കുറച്ച് മുന്നോട്ട് അപ്പം വണ്ടി ഒന്നും അങ്ങോട്ട് പോകത്തില്ലെന്ന് അവർ പറയുന്നത്. ജീപ്പിലാണ് ഇവർ കഴിവ് നമ്മളെ അങ്ങനെ അങ്ങോട്ട് നമ്മുടെ സ്വന്തം വണ്ടിയെ പോകാൻ ഒരു പ്രൊമോട്ട് ചെയ്യാറില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ഒരു റോഡൊന്നും അത്ര പന്തികേടായ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിനെപ്പോലും ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ അതിലെ പോകുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം ഫാമിലിക്ക് പറ്റുന്ന സ്ഥലമാണ് ഇവിടെ വരാനെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. പോകാൻ പറ്റാവുന്നിടത്തോളം ഞാൻ കയറിപ്പോട്ടെ. ഓഫ് റോഡാണല്ലോ. ഉള്ളങ്കല്ല, തിരിച്ചിറങ്ങുമ്പോൾ പണിയാകാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം തന്നെ പണിയാകുന്നുണ്ടല്ലോ. കയറണ്ടായിരുന്നു. തിന്നി പുറകോട്ട് പോകുന്നു. വണ്ടി ഒന്ന് ഓഫ് ചെയ്യട്ടെ. കയറി കഴിയുമ്പോൾ മനസ്സിലാവുന്നു. തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ ഇച്ചിരി പാടെ കണ്ടാൽ അറിയാം. അതങ്ങൾ ഉള്ളങ്കല്ല മൊത്തം. അപ്പം ഞാൻ മുന്നോട്ട് നടന്നു പോട്ടെ. അത്യാവശ്യം നല്ല കയറ്റമാണ്, നല്ല വെയിലാണ്, നല്ല തണുപ്പുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള റോഡ് ഇച്ചിരി മോശമായിരുന്നു ലാസ്റ്റ് സമയമായപ്പോഴത്തേക്ക്. മേളിൽ ജീപ്പൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങ് ഒരു ഫാമിലിയൊക്കെ നിൽക്കുന്ന ഫാമിലിയാന്ന് തോന്നുന്നു കേട്ടോ. അന്യായ മൂടാട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റ്. ഇപ്പോൾ എനിക്കതിൽ വന്നപ്പോഴത്തേക്കും കാഴ്ചകളൊരു വല്ലാത്തൊരു, നമ്മൾ വേറൊരു ലോകത്തോട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ മറ്റൊരു ലോകത്താണ്. അതിവിടെ നേരിട്ട് വന്ന് തന്നെ കാണണം ഈ സ്ഥലം. ഇതിൻ്റെ പൊന്നെ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് എൻ്റെ കയ്യും കാലം വിറച്ചിട്ട് വയ്യ എനിക്ക്. ഞാനതുകൊണ്ട് ഇതിലേ മുന്നോട്ട് പോകുന്നില്ല. ഞാൻ വലത്തെ സൈഡിൽ കൂടെ ഇറങ്ങി അങ്ങോട്ട് മുന്നോട്ട് പോവാം. രണ്ട് സൈഡിൽ കൂടെ പോയാലും നമ്മൾ താഴെ എവിടെയോട്ടാണ് ചെല്ലുന്നത്. എൻ്റെ പൊന്നെ, ഇവിടെ നിന്നിട്ടേക്ക് ഒരു രക്ഷയില്ല. ഇവിടെ ചതുരംഗപ്പാറയിൽ ഫാമിലി ആയിട്ട് വരാമോ എന്നാണ് ചോദിച്ചാൽ വരാം എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അതിന് ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ 4 വീൽ ഡ്രൈവ് വണ്ടിയിലാണെങ്കിലും കൊള്ളാം, സാധാരണ കാറിലാണെങ്കിലും കൊള്ളാം. നമ്മൾ ഈ ഹൈ റേഞ്ച് പോലുള്ള പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. അത് റോഡ് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ നല്ല മോശമായിരിക്കും. ചിലപ്പോൾ കുറച്ചേറെ ദൂരം മോശമായിരിക്കും. റോഡൊക്കെ കൊള്ളത്തില്ല, റോഡ് മോശമോ ഒരു പണിയൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് കൂടെ ഉള്ളവരെ കൂടെ വെറുപ്പിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ ഇത്ര സ്ഥലങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഹൈവേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് വരിക. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായമുള്ളവരെ കൊണ്ടാണ് വരുന്നതെങ്കിൽ ജീപ്പ് മേളോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതൊരു സജഷൻ ഉണ്ട്. നമുക്ക് നല്ല കാറോ നല്ല വണ്ടിയൊക്കെ ഉള്ളതാണ് കുഴപ്പമില്ലെന്നാണ് കുഴപ്പമില്ല. കാരണം നല്ല രീതിയിൽ കുറച്ച് ഭാഗം ഓഫ് റോഡ് രീതിയാണ് ആ ടോപ്പ് ഭാഗത്തെത്തുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ടെറൈനാണ് ഈ ഭാഗം. പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. അത് ആ മേളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെ കൊണ്ട് കാണിക്കേണ്ട സ്ഥലം തന്നെയാണിത്. കാരണം എന്താണ് ഈ ഒരു സംഭവം, ഈ കാറ്റാടി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഞാനാണെങ്കിലും വളരെ അടുത്ത് എൻ്റെ ലൈഫിലാദ്യമാണ് ഇത് കാണുന്നതിന് ഇത്ര ഭീകരമായ വലുപ്പത്തിൽ. ഞാൻ ആദ്യമായിട്ട് കാണുക. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടുണ്ട് ലോങ്ങിൽ നിന്ന്. പക്ഷെ ഇപ്പോഴാണ് ഇത്ര അതിൻ്റെ ആ ബ്ലേഡും എല്ലാം നേരിട്ട് അടുത്ത് കാണുന്നത് ഈ വരവിലാണ്. ഒരു വല്ലാത്ത ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ് ആയിപ്പോയി കേട്ടോ. ഇവിടെ മൊത്തത്തിൽ വ്യൂ പോയിൻ്റ് എല്ലാവരും അവിടെ ചെന്ന് നോക്കിയാലും. ഇപ്പുറത്തോട്ട് മാറിയാലും ഇതുപോലെ തന്നെ എല്ലാം ഈ സെയിം വ്യൂ തന്നെ, പക്ഷേ ഡിഫറെൻറ്റ് ആംഗിൾസിലാണെന്നേ ഉള്ളൂ. ഇത് ഇവിടുന്ന് താഴോട്ടിറങ്ങി പിന്നെയും പോകാം നമുക്ക് കേട്ടോ. കുറച്ചുകൂടെ പോകാം താഴോട്ട്. ഇങ്ങോട്ട് ചെറിയ വഴി കാണുന്നുണ്ട്, ഇങ്ങോട്ട് പോയി നോക്കട്ടെ. ഇത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഭീകരമായ രീതിയിൽ നമ്മൾ ഈ അതായത് മലയുടെയൊക്കെ മണ്ടയിൽ ചെന്ന് അതിൻ്റെ എഡ്ജിലൊക്കെ ചെന്ന് നിൽക്കാൻ പറ്റുന്നു. കുറച്ച് നേരമായിട്ട് അപ്പുറം സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ എന്തായിരിക്കും, ഞാൻ പയ്യൻ കൂടെ പോകാൻ നോക്കിയിട്ട് ഫുൾ ലവ് ബേഡ്സ്. ഞാൻ പിന്നെ കീഴടങ്ങി ഇങ്ങോട്ട് പോകുന്നില്ലെന്ന് വെച്ചിപ്പോൾ ഒരു പോയിട്ടേ പോകുന്നുള്ളൂ. ഇത് മുമ്പിൽ തന്നെ ബാക്കി കേട്ടോ, താഴോട്ടൊക്കെ പോകാൻ വഴിയുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ മുമ്പേ നിന്നതിൻ്റെ ഒത്തിരി താഴോട്ട് വരും നമ്മളിപ്പം. ഏതായാലും മഴയില്ലാത്തതുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ. നനവോ തന്നെയല്ലോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇച്ചിരി കോടയുടെ ഒരു കുറവ് നല്ല രീതിയിലുണ്ട്. അത് സാരമില്ല, ഇപ്പോഴും നല്ല കൂൾ ക്ലൈമറ്റാണ്. എന്തുപോലെ എന്നോ ഒരിക്കൽ പ്രകൃതി ഏതോ വിധത്തിൽ ഉണ്ടായി, എന്തോ ഒരു സംഭവം ലോകത്ത് സംഭവിച്ചു. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ, ലോകം നല്ല പ്രപഞ്ചത്തിൽ സംഭവിച്ചു. അതിൻ്റെ ഫലമായി മനുഷ്യനുണ്ടായി, മറ്റ് ജീവജാലങ്ങളുണ്ടായി. ഈ സ്ഥലങ്ങൾ ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയാണല്ലേ ഈ പാറക്കെട്ടും ഗർത്തങ്ങളും. എന്തുവാ ഇതല്ലേ.
നമ്മൾ ചിന്തിക്കാമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടും, പ്രത്യേകിച്ച് ഇത്തരം അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ചില ഗൂസ് ബംസ്, നമുക്ക് ഇങ്ങനെ വികാര വിക്ഷോഭങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ഉണ്ടാകുമ്പോൾ തോന്നും എൻ്റെ ഒറ്റ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒന്നുണ്ടായിരുന്നു, നമുക്ക് വർത്താനം പറയുക ആ സമയത്തൊന്ന് ഷെയർ ചെയ്യാനേ. ഇതിപ്പോൾ ഇതെല്ലാം കൂടെ ആട്ടൊക്കെ പിടിച്ച് വീർപ്പ് മുട്ടി നിങ്ങളോട് പറയുക വീഡിയോയ്ക്കകത്തൂടെ, അല്ലാതെ എന്നാ ചെയ്യാനല്ലേ, എന്നാ ചെയ്യാനാ. രസമല്ല. ഇനി ഇതുപോലെ എന്തെല്ലാം സ്ഥലങ്ങൾ കാണൂല്ലേ. ഇടുക്കി ജില്ല ഒരു അന്യ ജില്ല തന്നെയാണ്. ഈ സമയമെടുത്ത് നമ്മൾ ചോദിച്ചും പറഞ്ഞു നോക്കിയാൽ ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് പൈസ ഒക്കെ ആയാലുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഇതിനെല്ലാം പൈസ വേണമല്ലോ എന്ത് കാര്യത്തിനും. പെട്രോൾ ആഹാരം കഴിച്ചാലും കുഴപ്പമില്ല, വെള്ളം കുടിച്ചോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. പെട്രോൾ അടിക്കണമല്ലോ വണ്ടിക്ക്. ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ യാത്ര ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു നേട്ടമായിട്ട് എടുക്കുക. ഞാനിങ്ങനെ അങ്ങനെയൊക്കെയാണ്. ജീവിതത്തിലൊന്നും ആയില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമുക്കൊക്കെ പല മനുഷ്യനല്ലേ. പക്ഷേ എന്ന് കരുതി മറ്റുള്ളവർ പറയുന്ന വേണ്ടിയാനൊന്നും നിൽക്കാതിരിക്കുക. എൻ്റെ ഒരു രീതി അങ്ങനെ കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു യാത്രയാണ് ഞാൻ നോക്കി എൻ്റെ ജീവിതത്തിന് മിച്ചം കിടക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തി ഇപ്പം വന്ന കാര്യങ്ങളൊക്കെ. ദൈവം ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അത് സ്വയം തിരിച്ചറിയുക എന്നുള്ളേ ഉള്ളൂ. അതിപ്പം പേരൻസോ മറ്റുള്ളവരുടെ നിർമ്മത്തിനോ അല്ല കൂട്ടുകാർ ചിലരുണ്ട്, കൂട്ടുകാരും അങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോകും. അതിലൊന്നും ഒരു കാര്യമില്ല. അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തീരുമാനിക്കുക. നല്ല കാര്യങ്ങളല്ല അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത കാലത്തോളം നമ്മൾ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള ഒരു ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതൊരു 20-25 വയസ്സുള്ള വേണം. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം ഓരോരോ കഴിവുണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയില്ല. എല്ലാവർക്കും ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും മമ്മൂട്ടിയും മുതലൊന്നും ആവാൻ പറ്റത്തില്ല. അവനവൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അറിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് ചെറുപ്പക്കാരോട്ടോ, ഒരു പ്രായമൊക്കെ നടക്കത്തില്ല. ഒരു 20 വയസ്സിനുള്ളിൽ, ഒരു 25 വയസ്സിനുള്ളിൽ അതിലൊരു തീരുമാനങ്ങളും കാര്യങ്ങളും വരണം. അച്ഛനമ്മമാർ പറഞ്ഞതനുസരിച്ച് അവരെയും കൂടെ നിർത്തി അവനവൻ്റെ ഇഷ്ടത്തിന് പഠിക്കാനും അവനവൻ്റെ ഇഷ്ടമുള്ള ജോലി ചെയ്യാനും അവനവൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡ് സെലക്ട് ചെയ്യാനും ശ്രമിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അവസാനം കുറേയൊക്കെ എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെ ആയിപ്പോയി. ഇനിയിപ്പോൾ അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു 20-25 വയസ്സിനുള്ളിൽ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും അതിനുള്ള തിരിച്ചറിവ് ഉണ്ടാകാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലാവും. അതൊന്നും കിട്ടാതെ പോയാൽ, അതൊന്നും ചെയ്യാൻ പറ്റാത്ത പോയ ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. സ്വയം ഓരോ തിരിച്ചറിവുകളും അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളും അല്ല വ്യക്തമായി പറയാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് വർഷങ്ങളങ്ങ് കഴിഞ്ഞുപോയി. ഇനി ഇതൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലൊക്കെ ഞാൻ പോവാം. ഈ സ്ഥലത്തിന് ചതുരംഗപ്പാറ എന്ന പേര് പറഞ്ഞിട്ട് എന്തോ ഒരു കാരണമുണ്ട്. ഇവിടെ എന്തോ കല്ലുണ്ട്, താഴെ ഇറങ്ങി പോകുന്ന അങ്ങനത്തെ പറയുന്നത്. ഇതാണോ എനിക്കറിയാം, എനിക്ക് തോന്നിയാണോന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും ചതുരംഗം കളിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് ഇവിടെ വരുമ്പോൾ അത് ഒറ്റയ്ക്കാണെങ്കിലും പെട്ടയ്ക്കാണെങ്കിലും ഒക്കെ നമ്മൾ സൂക്ഷിക്കുക. കുറ്റവാട് പറയുമല്ല, പല രീതിയിലും കാണുന്ന അങ്ങനെ അനുഭവമൊക്കെ അങ്ങനെയാണ്. 4 ആൾ കൂടുമ്പോൾ ഇപ്പം വന്നങ്ങ് എന്നെ ഓരോ എന്ത് തന്നെ പറയണ്ട, കാണുമ്പോൾ നമുക്കൊന്നും വെളിവില്ലേ എന്ന് തോന്നിപ്പോവും. അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും അല്ലേ പറയുന്നത്, കുറേ പേരുണ്ട് ഇവർക്കൊന്നും വെളിവില്ല. അതായത് ജീവനി പേടിയുണ്ടേ. ജീവൻ വേണ്ട നമുക്കിതൊക്കെ ചെയ്യണമെങ്കിൽ. ശരിയല്ലേ പറഞ്ഞത്? ചിലയിടത്തെ കാര്യം ചില ആൾക്കാരുടെ കാര്യം പറയുന്നത്, എല്ലാവരും അല്ല. പക്ഷെ എങ്കിൽ പോലും ഞങ്ങളുടെയൊക്കെ അന്നത്തെ കാലത്തേക്കാളും ഒക്കെ ഇത് ഭയങ്കര എനർജി കൂടുതലാണ് ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർക്ക് കേട്ടോ. ഞാൻ 10-20 വയസ്സുള്ളവരുടെ കാര്യം പറയുന്നത്. എന്തും വേണ്ട ആക്സിഡൻസാണ് ഓരോ ദിവസം ഓരോ തരത്തിൽ. എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. ബൈക്ക് ഓടിക്കുമ്പോഴാണെങ്കിലും കാർ ഓടിക്കുമ്പോഴാണെങ്കിലും പിന്നെ ഈ യാത്രകൾക്ക് വരുമ്പോൾ നമ്മൾ മനസ്സന്തോഷത്തിനും സമാധാനത്തിനും വരുന്ന ഇത്തരം ഘട്ടങ്ങളിൽ അതൊരു ദുരന്തമാക്കി മാറ്റി ജീവിതകാലം മുഴുവൻ വീട്ടുകാർക്ക് ഒരു ഇത് കൊടുക്കാതെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക ആദ്യം. എന്നിട്ട് അവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ശ്രമിക്കുക. ഈ ട്രാവലിങ്ങിന് പോകുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ കുറേ നേരം ഇവിടെ ഒറ്റയ്ക്കാണ്. ആരും എന്നെ നോക്കുന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല. ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും പിറപ്പ് കാണിച്ച് താഴെ പോയാൽ ആരും അറിയത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ നിന്നല്ല എവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ പോലും ഈ സൂയിസൈഡ് പോയിൻ്റ് അല്ല ആ മുനമ്പ് ഈ മുനമ്പ് അത് അവിടെ ഇവിടെ പോയിരിക്കുന്ന എഡ്ജിലൊക്കെ പോയിരിക്കുന്ന കാണാമായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ അത് അനാവശ്യമായ ഈ ലഹരിയൊക്കെ ഒത്തിരി ഉപയോഗിച്ചും ഓവറായിട്ട് ഷോ കാണിച്ചും അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എനിക്കറിയാതെ ഞാൻ പറയുന്നത് ശരിയാണ്. ദയവേത് അതൊന്നും വേണ്ട. എൻജോയ് ചെയ്യുക, കാം ആൻഡ് ക്വയറ്റായിട്ട് പോയി വരിക. ഒച്ചപ്പാടും വെള്ളമൊക്കെ വെക്കുന്നത് അവനവൻ്റെ പ്രൈവസിയിൽ വേറെ ആരും മനുഷ്യനെ ശല്യപ്പെടുത്താതെ പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യുക. അതിനകത്ത് ഒരു തെറ്റുമില്ല. എൻജോയ് ചെയ്യണം ജീവിതം. അത് നല്ല പിന്നെന്താ ജീവിക്കുന്നത്. പക്ഷെ അത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്തും മറ്റുള്ളവരെ ഉപദ്രവിച്ചും സ്വന്തം ജീവഹാനിക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയും അവനോട് നഷ്ടവും വീട്ടുകാർക്ക് നഷ്ടവും കൂട്ടുകാർക്ക് നഷ്ടവും വരുത്തി ആവരുത്. പിന്നെ പശ്ചാത്തലത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തിന് എന്തെങ്കിലും പറ്റിയിട്ട് എന്നിട്ട് പിന്നെ ജീവിതകാലം മുഴുവൻ സീരിയസ് ആയിട്ടിരുന്നിട്ടും നല്ല പിള്ളാണെന്ന് ഒരു കാര്യമില്ല. അപ്പോൾ അനുഭവിച്ച് പഠിക്കാതിരിക്കുക, അതാ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചതുരംഗപ്പാറ യാത്രയും അതിൻ്റെ കാഴ്ചകളുമായിട്ടുള്ള ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. അടുത്തൊരു യാത്രയും അതിൻ്റെ വീഡിയോയും വരുന്നതും വരെ എല്ലാവർക്കും ബൈ.